എടി, നിന്റെ ഗൗതമേട്ടനായിരിക്കും. പൂടി. എന്താ പതിവില്ലാതെ? വല്ല പേഷ്യൻസിനെയും കൊണ്ട് വന്നതാണോ? ഞാനിവിടെ എന്റെ മെഡിക്കൽ ഓഫീസറുടെ മോളുടെ കല്യാണത്തിന് വേണ്ടി വന്നതാ. അവിടുത്തെ കൊട്ടും കുരവയും താലികെട്ടും ഒക്കെ കണ്ടപ്പോൾ തോന്നി ശീലക്കുട്ടി ഒന്ന് വന്ന് കാണണമെന്ന്. വന്നു, കണ്ടു. പക്ഷേ കീഴടക്കാൻ മാത്രം ഇതുവരെ പറ്റിയില്ല. ആട്ടെ, ഇന്ന് തന്നെ മടങ്ങുന്നുണ്ടോ? മടങ്ങേണ്ടെന്നാണ് ആഗ്രഹം. എന്താ, ഇവിടെ കൂടാൻ വല്ല മാർഗമുണ്ടോ? ഇവിടെയോ? ഇതേ ലേഡീസ് ഹോസ്റ്റലാ. അതിനെന്താ, എനിക്ക് സെപ്പറേറ്റ് റൂം വേണമെന്നൊന്നുമില്ല. നമുക്ക് കമ്പൈൻഡ് ആയിട്ട് ഒരു റൂമിൽ തന്നെ അങ്ങ് കൂടിക്കളയാൻ. ആ പൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ. അല്ല, ഇതെവിടെ പോകാനാ ഉടുത്തൊരുങ്ങിയിരിക്കുന്നത്? എന്റെ ബോസിന്റെ വീട് വരെ ഒന്ന് പോണം. ശ്രീമോള് വരും. പർച്ചേസിന് പോകാനാ. ഓഹോ, കമ്പനി അവിടം വരെ എത്തിയോ? എന്നും വിളിക്കും ആ കുട്ടി. ഇന്ന് കൊണ്ടുപോകാൻ വരുമെന്ന് ഫോൺ ചെയ്തിരുന്നു. പോകുന്നതും വരുന്നതും ഒക്കെ കൊള്ളാം, പക്ഷേ മനുഷ്യരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. കുറെ ദിവസമായിട്ട് ആ കുട്ടി നിർബന്ധിക്കുന്നു. അതുകൊണ്ടാ. പിന്നെ വീട്ടിൽ നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടി അച്ഛനും അമ്മയും കൊണ്ടുപിടിച്ച ആലോചനയിലാണ്. എന്നാ നീ നാട്ടിലേക്ക്? അടുത്ത സാറ്റർഡേ ആകാൻ കാത്തിരിക്കുക. കാർ ഒന്നും തോന്നുന്നു. എപ്പോഴാ നീ മടങ്ങി വരിക? പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ശ്രീമോളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വരും. ഇതോ, ഇതിന്റെ അമ്മാവിന്റെ മകനാണ്. ഹലോ ബേബി, ഹൗ ആർ യു? I am not baby. I am Sri Rekha Menon. I see. Auntie വാ പോകാം. പോ മോളെ. ഗൗതമേട്ടൻ ബസ് സ്റ്റാൻഡിലേക്കാണോ? ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നീ എന്നെ ഡ്രോപ്പ് ചെയ്യാതിരുന്നാ മതി. ഞാൻ നടന്നു പോയിക്കോളാം. ചായ ദാ. ചായ വേണ്ടായിരുന്നു. നിങ്ങളുടെ മെസ്സിലെ ചായ കുടിച്ചിട്ട് പോയാൽ മതി. അതായി, മോൾക്ക് എന്തോ തുണി വാങ്ങണമെന്ന് പറഞ്ഞു. നിങ്ങൾ അതൊക്കെ തീർത്ത് ആളെ വീട്ടിൽ വിട്ടിട്ടോ? ശരി സാർ. താൻ എന്താ ഈ നോക്കുന്നത്? അല്ല, മൂന്നാമത്തെ നിലയ്ക്ക് എത്ര വിൻഡോസ് വേണമെന്ന് നോക്കുകയായിരുന്നു. അതിന് പ്ലാൻ തലതിരിച്ചാണോ നോക്കുന്നത്? പറഞ്ഞതുപോലെ നേരാണല്ലോ. വിൻഡോയുടെ W തലതിരിച്ച് പിടിച്ചപ്പോ M ആയിപ്പോയി. M എന്താന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. താൻ തലകുത്തിയിരുന്ന് നോക്കിയിരുന്നെങ്കിൽ പിടി കിട്ടിയാനെ. അതും ശരിയാ. അട്ടെ, ലോറി വന്നോ? വന്നു. സിമന്റ് കയറ്റി കൊണ്ടുവരാൻ അയച്ചു. ഇന്ന് ഉച്ചവരെ പണിയുള്ളൂ. എന്താ? ഇന്ന് ജോലിക്കാരുടെ യൂണിയൻ വാർഷികമാ. അവര് ജാഥാക്കി പോണെന്ന് പറയുന്നു. വെക്കോട്ടെ. അപ്പൊ കൂലി കൊടുത്ത് വിട്ടേക്കാമല്ലോ. പുറത്തേക്ക്. ഓ, വാ. ആഹാ, ശീലക്കുഞ്ഞോ, എപ്പ നോക്കിയാലും ആന്റിയുടെ കാര്യം പറയാനേ ശ്രീമോൾക്ക് നേരമുള്ളൂ. ആന്റിക്കും ചോറ് കൊടുക്കണം. ഇപ്പൊ റെഡിയാക്കാൻ മോളെ. അയ്യോ, എനിക്ക് ചോറൊന്നും വേണ്ട. വേണം. ആന്റിയുടെ കൂടെ ഇരുന്നേ ഞാൻ ഇന്ന് ചോറുണ്ണത്തുള്ളൂ. വരൂ ആന്റി, നമുക്ക് മുകളിലേക്ക് പോകാം. ഡാഡി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വരാം. ഡാഡിയെ അത്രയ്ക്ക് പേടിയാണോ? വരൂ.
ഇതെന്താ മോളെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്നത്? അത് ഞാൻ കളിച്ചതാ ആന്റി. മുറിയിലാണോ കളിക്കുന്നത്? അത് എന്റെ മമ്മിയാ. വാ മോളെ, നമുക്കിതൊക്കെ ഒന്ന് അടുക്കി വെക്കാം. ശരി ആന്റി. കൂലി മേടിക്കാനുള്ളവർ ഓരോരുത്തരായിട്ട് വന്നാ മതി. കട്ടപ്പന കുട്ടപ്പൻ 65 രൂപ. ഇതിൽ 5 രൂപ കുറവാണല്ലോ സാറേ. അതെ, കെട്ടിട പുനരുദ്ധാരണ ഫണ്ടിലേക്ക് എടുത്തു. സാറിന്റെ രാവിലെ അമ്പലവും പണിയുണ്ട്. ഏയ്, എനിക്ക് ഒരു പശുത്തൊഴുത്തുണ്ട്, അതൊന്ന് ഉദ്ധരിക്കണം. ആ ഫണ്ടിലേക്കാ താൻ പൊക്കൂ. നാരായണി 60 രൂപ. സാറിന്റെ ഫണ്ടിലേക്ക് രൂപ എടുത്തില്ലല്ലോ. നിന്റെ ശരീരം കൊണ്ടുള്ള ഫണ്ട് മതി എനിക്ക്. അനാവശ്യം പറയരുത്. അനാവശ്യമല്ലടി പണ്ടേ. ഞാൻ തൊഴുത്തുദ്ധരിക്കുമ്പോ നീ വല്ല കല്ലോ മണലോ ചുവന്ന് സഹായിച്ചാ മതി. എന്തു പറയുന്നു? അത് ചെയ്ത് അത് മതി. ഗജലക്ഷ്മി ശ്രീമയുടെ മമ്മി പാടുമായിരുന്നു. അമ്പിളി നന്നായി പാടുമായിരുന്നു. ഡാഡി നോക്ക്, ആന്റി ഞാനും കൂടി മുറിയൊക്കെ വൃത്തിയാക്കി. അമ്പിളി ഉണ്ടായിരുന്നപ്പോ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ട ഉണ്ടായിരുന്നു. അവള് പോയ പിന്നെ ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. ആ മോളെ, ആന്റിക്ക് വല്ലതും കൊടുത്തോ? ഇല്ല ഡാഡി. എങ്കിൽ വിളിച്ചോണ്ട് ചോറ് കൊടുക്ക്. എനിക്ക് വേണ്ട സർ. പറ്റില്ല, ആന്റി ഇന്ന് ഇവിടെ നിന്ന് ചോറണം. ചെല്ലേ, ചെന്ന് ഊണ് കഴിക്കേ. വരൂ ആന്റി, വരൂ. ഷീല, പ്ലീസ് കം. യെസ് സർ. സർ, ഇരിക്കൂ. ഇൻകം ടാക്സിന്റെ ഫയലുകളെല്ലാം ഇന്നലെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതെല്ലാം ഇന്നലെ സബ്മിറ്റ് ചെയ്തല്ലോ. ഓ, ഞാനത് മറന്നു. ഷീല പൊയ്ക്കോളൂ. ഷീല, എന്താ സർ? വൈകുന്നേരം ഷീല വീട് വരെ ഒന്ന് വരണം. വരുമോ? വരൂ സർ. ഷീല വന്നോ? ഇരിക്കേ. ശ്രീമോൾ എവിടെ? മോളും മത്തായും കൂടെ പുറത്തു പോയിരിക്കാണ്. ഞാനവരെ പറഞ്ഞയച്ച വൈകുന്നേരം വീട്ടിൽ വരാൻ ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. എന്റെ ശ്രീമോളുടെ മമ്മി എനിക്കെല്ലാമായിരുന്നു. പക്ഷെ അവളോടൊത്ത് കൂടുതൽ കാലം എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. 1 വർഷവും 4 മാസവും മാത്രമേ അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. പ്രസവത്തോടുകൂടി അവൾ മരിച്ചു.
എന്റെ ശ്രീമോളെ എന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് അവൾ കടന്നുപോയത്. ഇറ്റ്സ് മൈ ഫേറ്റ്. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും കരഞ്ഞുകൊണ്ട് ആദ്യം വിളിക്കുന്നത് അമ്മ എന്നാണ്. പക്ഷേ എന്റെ ശ്രീമോളുടെ ആ വിളി കേൾക്കുവാൻ അമ്പളിക്ക് കഴിഞ്ഞില്ല. അന്നു മുതൽ എന്റെ മോള് കൊതിക്കുകയാണ് അമ്മ എന്നൊന്ന് വിളിക്കാൻ. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും എന്റെ മകൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഷീലെ, നീയാണ് അവൾക്ക് ഇന്നെല്ലാം. നിന്നെപ്പറ്റി പറയാത്തൊരു നിമിഷം പോലും അവൾക്കില്ല. കല്യാണപ്പന്തലും മണിയറയും എനിക്ക് പുതിയതല്ല. അങ്ങനെയുള്ള ഒരാൾ ആ സങ്കല്പങ്ങൾ സ്വപ്നം കണ്ട് കഴിയുന്ന പെൺകുട്ടിയോട് എന്റെ മകളുടെ അമ്മയായി വരാമോ എന്ന് ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ മകളുടെ അമ്മയായി ഈ വീട്ടിലേക്ക് വരാൻ ഷീലയ്ക്ക് സമ്മതമാണോ? പറയൂ. ശ്രീമോളെ പോലെയുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാവുക ഏറ്റവും വലിയ ഭാഗ്യമാണ്. പക്ഷേ എന്നോട് ക്ഷമിക്കണം സർ. ഐ എം എൻഗേജ്ഡ്. എന്റെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്. ആന്റി എവിടെ പോന്നു? ആന്റി എന്താ വല്ലാതിരിക്കുന്നേ? ഡാഡി, ആന്റി എന്താ എന്നെ വിളിച്ചിട്ട് നിൽക്കാതെ പോയത്? ആന്റി! നീ ശനിയാഴ്ച വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? പിന്നെന്താ ഇത്ര പെട്ടെന്ന്? എനിക്ക് നല്ല സുഖമില്ല. മനസ്സിനോ ശരീരത്തിനോ? രണ്ടിനും. തമ്മി കണ്ടുകൊണ്ട് മനസ്സിന്റെ അസുഖം മാറും. ഏതായാലും ഡോക്ടറെ കണ്ടേളെ. വേണമെങ്കിൽ ഞാൻ തന്നെ പരിശോധിക്കാം. മൃഗങ്ങൾക്കും മനുഷ്യനും തമ്മിലുള്ള മെഡിസിന് വലിയ വ്യത്യാസമൊന്നുമില്ല. നിനക്കെന്ത് പറ്റി? ചെറിയൊരു പനി. ഒരാഴ്ചത്തെ ലീവ് എടുത്തു പോന്നു. ഓ, രക്ഷപ്പെട്ടു. എന്തെങ്കിലും അസുഖം വന്നാലെങ്കിലും ലീവ് എടുത്ത് പോരുമല്ലോ. വേണമെങ്കിൽ ഒരാഴ്ച ഞാൻ ലീവ് എടുക്കാം. കയറുന്നില്ലേ? ചെന്നൊന്ന് കിടക്കട്ടെ. മരുന്നെല്ലാം വാങ്ങണോ? കഴിച്ചതാ. ഞാനും കൂടെ വന്നേനെ. നീ വരുന്ന ദിവസം എല്ലാം ഇവിടെ പേഷ്യൻസിന്റെ തിരക്കായിരിക്കും. ആ, സാരമില്ല. ഏതായാലും ഇനി നീ ഇവിടെ ഒരാഴ്ച ഉണ്ടല്ലോ. ശ്രീമോളെ പോലെയുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാവുക ഏറ്റവും വലിയ ഭാഗ്യമാണ്. പക്ഷേ എന്നോട് ക്ഷമിക്കണം സർ. ഐ എം എൻഗേജ്ഡ്. എന്റെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്. എന്താ സാറേ വിളിച്ചത്? ഷീല വന്നില്ലേ? ഷീറ്റ് വാങ്ങാൻ സത്യപാലം പോയിട്ടുണ്ട്. ഇവിടെ തനിക്ക് ചെവി വെക്കാൻ ഒരു കുന്തം വാങ്ങാൻ ഞാൻ പൈസ തന്നല്ലേ? ഉവ്വ്. എന്നിട്ട് വാങ്ങിയില്ലേ? ഇല്ല. അതെന്താ? ആ കുന്തം വെച്ചാ ഇപ്പൊ കേൾക്കുന്നതും കൂടി പോകുന്ന എല്ലാവരും പറയണേ. അതുകൊണ്ട് ആ പൈസ എടുത്ത് ഞാൻ മറച്ചു. ഷീല വന്നില്ല എന്നാ ചോദിച്ചത്? ഇല്ല, അസുഖം മാറി കാണില്ലായിരിക്കും. താൻ പൊയ്ക്കോ. എങ്ങനെ? പോടോ. ആ ആ ആ. ചോറ് വരുന്നു മോളെ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ ശ്രീമോൾ ഒന്നും കഴിക്കുന്നില്ല സാറേ. എന്ത് പറ്റി? മോൾ എന്താ ഒന്നും കഴിക്കാത്ത? ഡാഡി എന്തിനാ ആന്റിയെ പറഞ്ഞു വിട്ടത്? ഞാൻ പറഞ്ഞു വിട്ടില്ലല്ലോ. ആന്റി ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കല്ലേ? എന്തിനാ ആന്റി പോയത്? അതിപ്പോ ഡാഡിക്ക് എങ്ങനെ അറിയാം? ഡാഡി, ആന്റി വഴക്ക് പറഞ്ഞോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ആന്റി എന്താ എന്നോട് പറയാതെ പോയത്? ആന്റി വരും മോളെ. നീ ഊണ് കഴിക്കേ.
എവിടെയാ ഡാഡി? എന്തിനാ? നമുക്കൊന്ന് പോയാലോ? അത് വേണ്ട മോളെ, ആന്റി നാളെ മറ്റന്നാളെ വരും. തീർച്ചയാണോ? തീർച്ച. ഇപ്പൊ സന്തോഷമായില്ലേ? ഇനി ഊണ് കഴിക്ക്, ഞാൻ വരുത്തരാം. വേണ്ട, ഞാൻ തന്നെ ഉണ്ടോളാം. രുദ്രാണി, എടീ, രുദ്രേ, ചോറിൽ വിഷം കലർത്തി കൊടുത്തോ? കൊടുത്തു. ഉഗ്ര വിഷമായിരുന്നല്ലേ? പട്ടി ചത്തു ഇല്ലേ? പട്ടിയല്ല, നമ്മൾ വളർത്തുന്ന കോഴിയല്ല ചത്തത്. അങ്ങേ വീട്ടിൽ നിന്ന് ഇവിടെ ഒരു പൂവൻകോഴി വരില്ലായിരുന്നോ? അതും ചത്തോ? വിഷം നിന്ന് ചാകാതിരിക്കുവോ? കോഴിയുടെ വില കൊടുത്തില്ലേ, പോലീസിൽ പരാതിപ്പെടുമെന്നും പറഞ്ഞ് അപ്പുറത്തെ സാറാമ്മ ഇവിടെ ഒന്ന് ബഹളം വെച്ചിട്ട് പോയതേ ഉള്ളൂ. ചേടാ, ഇത് ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് അടിച്ചെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. പട്ടി ചോറ് തിന്നില്ലേ? വെച്ച ചോറിന്റെ പാതി തിന്നു, അതിനൊരു കുഴപ്പവും ഇല്ല. ഇനി വല്ല പിശാചും പട്ടിയുടെ രൂപത്തിൽ വന്നിരിക്കുകയാണോ? അളിയ എന്തോന്നായി കാണിക്കുന്നേ? അളിയ, ഇത് പരിശീലനത്തിന്റെ 2ാം ഘട്ടമാ. റോക്കറ്റിൽ പോണ്ടതല്ലേ? അപ്പോ പട്ടിയെ ഏത് രീതിയിൽ നിൽക്കാനും പഠിപ്പിക്കണം. നാളെ ഇവിടെ വന്ന് തല കുത്തി നിർത്തണം. അളിയാ, നെല്ലിക്കാത്തളം എന്നൊരു ചികിത്സയുണ്ട്, അതൊന്ന് പരീക്ഷിച്ചാ നന്നായിരിക്കും. പട്ടിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. പട്ടിക്കല്ല, അളിയന്റെ തലയിലാ നെല്ലിക്കാത്തളം വെക്കേണ്ടത്. വാരല്ലേ അളിയ? എന്റെ ഗതികേടിന് അളിയന്റെ പെങ്ങളെ ഞാനൊന്ന് കെട്ടിപ്പോയി. അതിനെന്ത് പിഴ വേണമെങ്കിൽ ഞാൻ തരാം. ദൈവത്തെ ഓർത്ത് ഈ പട്ടിയെ കൊണ്ടൊന്ന് പോയി തരാവോ? അളിയന് ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇവിടെ പത്ര റിപ്പോർട്ടർമാര് വന്ന് നിറയുമ്പോ അളിയന് ഈ പട്ടിയുടെ വില മനസ്സിലാവും. ഒരു 10 ദിവസത്തെ കൂടി അളിയനൊന്ന് ക്ഷമിക്കേ. ഓൺലി 10 days. 10 ദിവസത്തിനകം ഞങ്ങൾ ഒരു പരുവത്തിലാവോ അളിയോ? സാറേ, ശ്രീമോൾക്ക് നല്ല പനി. ട്യൂഷൻ കഴിഞ്ഞ് വന്ന പാടെ കയറി കിടക്കുക. എന്നിട്ട് എന്താ എനിക്ക് ഫോൺ ചെയ്യാഞ്ഞത്? സാറ് വന്നിട്ട് പറഞ്ഞാ മതി എന്ന് കുഞ്ഞു പറഞ്ഞു. ഇനി പട്ടി കടിച്ചതിന്റെ വല്ലതുമാണോ? ഹൈ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, പട്ടിയമ്മ കടിച്ചത്. 4-5 ദിവസമായി കാണും. ഏതായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അത്യാവശ്യം തോന്നിയാൽ ആന്റി റാബി ഇഞ്ചക്ഷൻ കൊടുക്കണം. മിസ്റ്റർ മേനോൻ, മിസ്റ്റർ മേനോൻ, ഇഞ്ചക്ഷൻ പൊക്കലിന് ചുറ്റുമായതുകൊണ്ട് നല്ല വേദന കാണും. വീട്ടിൽ നിന്ന് ആരെങ്കിലും കുഞ്ഞിനെ നോക്കാനുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. വീട്ടിലൊരു വേലക്കാരി മാത്രമേ ഉള്ളൂ ഡോക്ടർ. അവർക്കിതൊന്നും പരിചയം കാണില്ല. ഞാൻ DMOയോട് പറഞ്ഞ് ഒരു നഴ്സിനെ ഏർപ്പാട് ചെയ്യാം. ബൈ ദ ബൈ, പട്ടി എങ്ങനെ ഇരിക്കുന്നു? അത് ഒന്നും കഴിക്കുന്നില്ല ഡോക്ടർ. പനി പിടിച്ച പോലെ ഇരിക്കുന്നു. കൂട്ടി നയിച്ചു വിടാതെ അതിനെ വാച്ച് ചെയ്തോളൂ.